സർവേശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിശുവിനെ നമിച്ചുകൊണ്ടും വേദിയിലും സഹസ്രയിക്കുന്ന ആത്മബന്ധുക്കളെ, നമ്മളിന്ന് 2-3 ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമ്മളെ അതിലേക്ക് പോവാം. സത്സംഗത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വേണ്ട. എന്താണ് വിഷു? ഇതാണ് ചോദ്യം. ആർക്കെങ്കിലും ഇങ്ങോട്ട് പറയാണ്ടെങ്കിൽ പറയാം. ആർക്കെന്തോ പറയാനുണ്ട് പറഞ്ഞു. വിഷു പറഞ്ഞാൽ എന്താ? പടക്കം പൊട്ടിക്കാനുള്ളതാണോ? പിന്നെ ഇറച്ചിയും മീനും കഴിക്കാനുള്ളതാണോ? പിന്നെന്താ? എന്താണ്? നാളെ ഒരു ആശ്രമത്തിൻ്റെ വാർഷികമുണ്ട്, അറിയോ? പാലക്കാട് 1997 ഈ ദിവസമൊക്കെ ഞങ്ങളിങ്ങനെ തീയിൽ നിൽക്കുന്ന ദിവസമായിരുന്നു. നാളെ ഗുരു പർണശാലയിൽ കയറാൻ പോവാണ് പാലക്കാട്. അപ്പോൾ ഗുരുവാണ് എന്താണ് വിഷു എന്ന് പറഞ്ഞു തരും. അറിയോ ആർക്കെങ്കിലും? ഇല്ല. ഗുരു പറഞ്ഞത് ഭൂമിയും സൂര്യനും എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ എന്തിന് ഒരു പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രദക്ഷിണത്തിൻ്റെ ഒരു കണക്കുണ്ട്. 30 ദിവസം കൂടുമ്പോൾ 30 ഡിഗ്രി തിരിയും. ആര്? സൂര്യൻ. ഭൂമി 360 ദിവസം കൊണ്ട് സൂര്യനെയും ബലം വയ്ക്കും. ഇത് രണ്ടും ഈ പ്രകൃതിയുടെ നിയമമാണ്. അപ്പോൾ 12×30 360 ഡിഗ്രി. അപ്പോൾ സൂര്യൻ ഓരോ 30 ദിവസം ഓരോ ഡിഗ്രി വെച്ച് തിരിഞ്ഞിട്ട് ഈ പറയുന്ന നക്ഷത്ര സമൂഹത്തിന് നേർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പിടുത്തത്തിലാണ് ഈ സൗരയൂഥം നിലനിൽക്കുന്നത്. അതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഈ ഓട്ടുവര വീട് കണ്ടിട്ടുണ്ടോ? കഴുക്കോൽ നിൽക്കുന്നത് എങ്ങനെയാണ്? കഴുക്കോല് അറിയോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പിടുത്തം ഉത്തരത്തിൽ കൊടുക്കുകയാണ്. ഈ പിടുത്തം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ താഴേക്ക് പോകും. ഇതൊരു ലിങ്കാണ്. കൂടൽമാണിക്യ ക്ഷേത്രം നിർത്തിയിരിക്കുന്ന ഒരു മുകുടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തള്ളുകൊണ്ടാണ്. ഇതുപോലെ സൂര്യനും ഭൂമിയും ഇങ്ങനെ ഈ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഇത് ഓരോ സമയങ്ങളിൽ ഓരോ രാശിക്ക് നേരെ വരും. നമ്മൾ പറയും അല്ലേ, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി എന്നൊക്കെ അതിന് പേരിട്ടിരിക്കും അല്ലേ? അതിന് ഓരോ ഇതിൻ്റെ നേർക്ക് വരുമ്പോൾ അതിൻ്റെ പേര് നമ്മൾ പറയും. ഇത് ഗുരു പറഞ്ഞ 2ആയി തിരിച്ചിട്ടുണ്ട്. ഉത്തരായനവും ദക്ഷിണാണ്. അത് ഭൂമിക്കാണ് കേട്ടോ. ഇനി നിങ്ങൾ കയറി അവിടെ കയറി പിടിക്കരുത്, കാരണം നിരീശ്വരവാദികൾ എന്നെ ഒരുപാട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരായനവും ദക്ഷിണാനും ഭൂമിക്കുള്ളതാണ്. ഭൂമി എത്ര കണ്ട് ഇങ്ങോട്ട് ഉത്തരായനത്തിലേക്ക് പോകുന്നു, അത് അറിയാൻ എന്താ വഴി? ഒന്നുമില്ല. രാവിലെ ആരാധന നടക്കണ മുമ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സൂര്യൻ തെക്കോട്ട കൂടുതൽ ഉദിക്കുന്നെങ്കിൽ അതെന്താ? ദക്ഷിണായനം. വടക്ക് ഭാഗത്താണ് ഉദിക്കുന്നെങ്കിൽ എന്താണ്? ഉത്തരായണം. വെറുതെ ശ്രദ്ധിച്ചാൽ മതി, കിട്ടും. അപ്പോൾ ഗുരു പറയണത് ഈ സൂര്യനും ചന്ദ്രനും ഏറ്റവും നേർക്ക് ഈ മേടരാശിയിൽ വരുന്നൊരു ദിവസമുണ്ട്. അതിനെന്താ ഗുണം പറഞ്ഞാൽ, ഈ സൂര്യൻ്റെ പ്രകാശം 10 ദിവസം കറക്റ്റ് നേർക്ക് നമ്മുടെ ദേഹത്ത് വന്ന് പതിക്കും. നാളെ നോക്കിക്കോളൂ, നിങ്ങളുടെ സൂര്യൻ ഉദിക്കുന്നത് കറക്റ്റ് കിഴക്കായിരിക്കും. അത് വടക്കോട്ടും അല്ല തെക്കോട്ടും അല്ല അല്ലേ, രണ്ടിലേക്കും അല്ല. ഈ നേർക്ക് 10 ദിവസം ഉണ്ടാവും ഈ സംക്രമം നടക്കുന്നത്. എന്ന് വെച്ചാൽ ഈ സൂര്യൻ ഈ മേടരാശിയിലേക്ക് വരുമ്പോൾ ഭൂമി അതിൻ്റെ നേർക്ക് വരുന്ന ആ സമയത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? വിഷു സംക്രമം അല്ലെങ്കിൽ മേടസംക്രമം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ 4 പ്രാധാന്യമുള്ളതെന്നാണ് ഗുരു പറഞ്ഞത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഊർജം കൂടുതൽ കിട്ടുന്ന സമയമാണ്. ഏതൊന്നിനും എനർജി കൂടുതൽ വരുന്ന ഏറ്റവും സമയം കിട്ടുന്നതുകൊണ്ട് നാളെ വിത്ത് ഇറക്കാൻ നല്ല ദിവസമാണ്. ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. പാലക്കാടൊക്കെ നാളെ ട്രാക്ടർ ഡ്രൈവർ പറഞ്ഞാൽ അവൻ പൈലറ്റിനേക്കാളും വിലയാണ്. കാരണം രാവിലെ 9 മണിക്ക് 9:05 ഒരു സമയം കൂടിയുണ്ട്. ആ സമയത്ത് ഈ പാടത്ത് പോയി പ്രാർത്ഥിച്ച് വളം ഇതാക്കിയത് ഒഴിഞ്ഞ് അതിലെന്തിടും? വിത്തർ.
അപ്പം ഈ മേടരാശിയാണ് ഏറ്റവും മുൾഭാഗത്ത് 90 ഡിഗ്രി നിൽക്കുന്ന രാശി. മേടരാശിയാണ്. മേടം, ഇടവം, മിഥുനം, കർക്കിടകമാണ് അടുത്ത ക്വാർട്ടർ അല്ലേ? ഇടവം, മിഥുനം, കർക്കിടകം. ചിങ്ങം, കന്നി, തുലാം അടുത്ത രാശി. വൃശ്ചികം, ധനു, മകരം അടുത്ത ഈ 4 പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഭാരതം. അതുകൊണ്ട് നാളെ പുതുവത്സരമാണ്. ശരിക്കും പറഞ്ഞു നിങ്ങൾ മാർച്ച് 31 ചെയ്യുന്നത് പൊട്ടത്തരമാണ്. നാളെ തമിഴ്നാട്ടിൽ പുതുവത്സരമാണ്, ആന്ധ്രയിൽ പുതുവത്സരമാണ്, നോർത്ത് ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും പുതുവത്സരം, മണിപ്പൂർ, അതുപോലെ ആസാം, ഇവിടെയൊക്കെ നാളെന്താ ഒരു പേരിലാണെങ്കിലും ഇതാണ് ന്യൂ ഇയർ. പക്ഷെ നമുക്കത് അറിയാത്തതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ പേര് പറഞ്ഞ കുറേ ആൾക്കാർ, മുത്തപ്പൻ്റെ പേരും പറഞ്ഞ കുറേ ഇറച്ചി മീനും കഴിക്കൽ ഇല്ല. അങ്ങനെയൊക്കെ ഇവിടെ എല്ലാ തരത്തിലും നാളെ ഇറച്ചി മീനിന് ഭയങ്കര ഡിമാൻഡാണെന്ന് പറഞ്ഞു. ഇവിടെ പലവരും എന്നോട് ഇപ്പോൾ ചോദിച്ചിരുന്നു, ഞങ്ങൾ പോട്ടെ ഇറച്ചി മീനൊക്കെ വാങ്ങണം നാളെ ഇതാണെന്ന്. ശ്രീകൃഷ്ണൻ ആരെയോ കൊന്നു എന്നാണ് പറയണത് അല്ലേ? ഏതോ ഒരാളെ കൊന്നുള്ള ദിവസമാണ് നാളെ എന്നൊക്കെയാണ് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? ഏതൊരു അസുരനെ കേട്ടിട്ടുണ്ടോ? രാമേശ്വരൻ കേട്ടിട്ടുണ്ടോ? ഏത് അസുരനെയാണത്? ഭസ്മാസുരൻ അല്ലേ? ആണോ? അല്ല, ഏതൊരു ശ്രീകൃഷ്ണനായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. അതാണ് ഗുരു പറഞ്ഞത്. ഇത് ഈ സൂര്യൻ്റെ ഈ രശ്മി നേരിട്ട് വരുന്ന സമയത്ത് പ്രതിഷ്ഠ ചെയ്യാൻ നല്ലതാണ്. നമ്മുടെ പ്രതിഷ്ഠ എന്നാ പൂർത്തീകരിച്ച് കലണ്ടർ പോയി നോക്കുക കേട്ടോ. 10 ദിവസത്തിനുള്ളിൽ മേടം 10 എന്താണ്? 10ാം ഉദയത്തിലാണ്. ഒരു ആശ്രമത്തിനും കൂടി അന്ന് വാർഷികമുണ്ട്. ഏതാശ്രമത്തിനാണ് അന്ന് വാർഷികം? 10 ദിവസം കഴിഞ്ഞാൽ കല്ലാർ ആശ്രമത്തിനാണ്. കല്ലാർ ആശ്രമത്തിൻ്റെ 1971 മേടം 10 ഗുരുവിൻ്റെ അന്നത്തെ ഫോട്ടോ. അത് വളരെ എവിടുന്നോ ക്യാമറയും കൊണ്ട് വന്ന് ഗുരുവിനെ ഫോട്ടോ എടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുക. അവിടെ എപ്പോഴെങ്കിലും പോകുമ്പോൾ നോക്കൂടാ. ഗുരുവിൻ്റെ വയസ്സ് 42-43 വയസ്സുള്ള കാലത്തെ ഫോട്ടോ ആണ്. അപ്പോൾ സൂര്യൻ്റെയും ഭൂമിയുടെയും ഈ പറയുന്ന നക്ഷത്ര സമൂഹത്തിൻ്റെയും കാന്തിക വലയത്തിൽ ഏറ്റവും ഉയർച്ചയുണ്ടാവുന്ന ദിവസമാണ്. അതാണ് ഈ മേടം 10 ഉള്ളിൽ ജനിക്കുന്നവർ വലിയ ആൾക്കാരായിരിക്കുന്ന ഗുരു പറഞ്ഞു അല്ലേ? അങ്ങനെ ജനിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെൻ്റെ അടുത്ത് വേഗം എത്തുന്നവർ ഗുരുവിൻ്റെ അടുത്ത്. ഇതെവിടെ ഇരുന്നിട്ടാണ് പറയണേ? പർണശാലയിൽ. എവിടെ? പാലക്കാട്. അപ്പോൾ ഗുരു പറഞ്ഞത് ഇത് വിഷു എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളെ പറഞ്ഞ് തെറ്റിപ്പിച്ച് നമ്മൾ വേറെ തരം ആഘോഷം. നിങ്ങൾ പാലക്കാടൊക്കെ പോയാൽ വിഷുവേല കാണാൻ പറ്റും. നാളെ ഭയങ്കര വിഷുവേലയാണ് അവിടെ. ഭയങ്കര ആന എഴുന്നള്ളത്തും ഈ കുതിരേനൊക്കെ കെട്ടിയുണ്ടാക്കിയിട്ട് അതിനൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുപോക്കും, കള്ളുകുടിയും തലകെട്ടായും മറിയിലൊക്കെയാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പടക്കമുണ്ടോ സ്വാമി? ഇല്ലേ? നല്ലതാണ്. എന്തിനാണ് പടക്കം പൊട്ടിക്കുന്നത്? ഈ അന്തരീക്ഷത്തിൽ ഗന്ധകം എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മലിനമായി നിൽക്കുന്ന സാധനങ്ങളൊക്കെ നീങ്ങിപ്പോവും. അതിനാണ് ഈ ക്ഷേത്രത്തിലെ കഥന പൊട്ടിക്കുന്നത്. പക്ഷെ ഇന്നത്തെ പടക്കമൊക്കെ ചൈനീസ് പടക്കം നിങ്ങൾ സൂക്ഷിച്ചാൽ ക്യാൻസർ വരും. പക്ഷെ ശരിക്കും ഗന്ധകം, ഒറിജിനൽ ഗന്ധകം പണ്ട് കഥനയിൽ നിറച്ച് പൊട്ടിക്കും. അത് ആ അന്തരീക്ഷത്തിൻ്റെ മലിനീകരണം മുഴുവൻ മാറ്റും. ഇത് വേലയും പൂരമൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ബുദ്ധമതത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ഈ സിദ്ധക്കാരുടെ ഒരു ഐഡിയയാണ്. ഇപ്പോൾ പറഞ്ഞില്ല, സിദ്ധക്കാരുടെ ഒരു ഐഡിയയാണത്. ഗന്ധകം ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് അങ്ങനത്തെ പല കാര്യങ്ങളും അവർ പ്രയോഗിക്കും. അതിൽ ഉസ്താദായിരുന്നു നമ്മുടെ പുലിപ്പാണി അല്ലേ? അതുപോലെ പഴനീര സമാധിയുള്ള ബോഗറും. പഴനീര സമാധി ആരുടെ? മുരുകൻ്റെ ഒന്നും ഇല്ല കേട്ടോ, അതൊക്കെ പൊട്ടത്തരമാണ്. ബോഗർ കെമിക്കലിൽ അദ്ദേഹത്തിനെ കടത്തി വെട്ടാൻ ഒരാളുമില്ല. മുരുകനെ പോലെ ഒരാൾ കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഗംഭീര രാസവസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റിയ ആൾ വേറെ ആളില്ല. ഇതുപോലത്തെ നമ്മുടെ വീട്ടിൽ ആ നിൽക്കുന്ന ദിവസം ഈ 90 ഡിഗ്രിയിലേക്ക് എത്തിയ സൂര്യൻ്റെ ഉദയം സമയത്ത് അല്ലേ? നാളെ സൂര്യൻ എവിടെ എത്തും? മേടൻ രാശിക്ക് നേർക്ക് വരും. അപ്പം ആ ഉദിക്കുന്ന സൂര്യൻ നാളെ ഉദിക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യമുള്ളൂ.
സൂര്യൻ്റെ ആ പ്രകാശം നമുക്ക് നേരിട്ട് കിട്ടുന്നത് നല്ലതാണ്. പക്ഷേ ശാന്തിഗിരിക്കാർക്ക് അത് ഗുണമില്ല. എന്താ കാരണം? ഞാൻ ഉദാഹരണം പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നാളെ നാഷണൽ ഹൈവേയിൽ വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും എളുപ്പത്തിൽ യാത്ര ചെയ്യാം. വിമാനത്തിൽ കുറേ ആൾക്കാർ പോകുന്നുണ്ട്, അവർക്കിത് പ്രശ്നമല്ല എന്നതിന് പറയേണ്ട അർത്ഥം എന്താ? നമ്മൾ അതിനേക്കാളുള്ള പ്രകാശം അല്ലെങ്കിൽ വിമാനത്തിൽ പോകുന്നവരാണ് നമ്മൾ. ഹൈവേയിൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ ശരി, ബ്ലോക്ക് ഉണ്ടായാലും ശരി, നമുക്കെന്തില്ല? നമുക്കത് അതിനേക്കാളൊക്കെ അപ്പുറത്താണ് ആര്? നമ്മളെല്ലാവരും. ദിവസവും നമുക്ക് ഇതിനേക്കാൾ അപ്പുറത്തുള്ള പ്രകാശം കിട്ടുന്നത്. പക്ഷെ അതൊന്നും ആർക്കും മനസ്സിലാവില്ല. ഇവിടെ ഇരിക്കുന്ന പലവർക്കും മനസ്സിലായില്ല. പ്രകാശേട്ടൻ പിന്നെ പ്രദീപേട്ടൻ പ്രമോദേട്ടൻ പിന്നെ കുറച്ച് എന്തോ അസുഖമായിട്ട് ദൈവമേ ഞാൻ ഇവിടെ നിൽക്കേണ്ടി പറഞ്ഞു അല്ലേ? എന്താ കാര്യം? നമുക്ക് ദിവസവും ഈ ബ്രഹ്മത്തിൻ്റെ പ്രകാശത്തിനെ ആ യാമങ്ങളിൽ എത്തിച്ചു തരുന്ന സത്യവിശേഷമാണ് നമ്മുടെ സർവസ്വമായ ഗുരു നമുക്ക് തന്നിട്ടുള്ളത്. മേടത്തിൽ കിട്ടുന്ന പ്രകാശത്തിനേക്കാൾ എത്രയോ വലുതാണ് നമുക്ക് ഗുരു തരുന്നത്. എങ്കിലും കാലങ്ങളായി ഈ ചെറിയ പ്രകാശം എന്ന് വെച്ചാൽ റോഡിൽ കൂടെ, പഞ്ചായത്ത് റോഡിൽ കൂടെ ദിവസം യാത്ര ചെയ്യും. ടാറില്ലാത്ത റോഡിൽ കൂടെ യാത്ര ചെയ്തവർക്ക് ഒരു 10 ദിവസം എവിടെ യാത്ര ചെയ്യാം? 6 ട്രാക്കുള്ള ഒരു ഹൈവേ കൂടെ യാത്ര ചെയ്യാനുള്ള. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? പടക്കമൊക്കെ പൊട്ടിച്ച് അത് സന്തോഷിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഇവിടെ ദിവസവും നമ്മളേതിലാണ് പോകണം? ബോയിങ് 747 ഇരുന്നിട്ടുണ്ടെങ്കിൽ ജാളിയിലാണ് പോകണം. നമ്മളത്രയും വലിയ ആൾക്കാർ, നമ്മളെ ഗുരു അത്രയും പൊക്കിയെടുത്തിട്ടാണ് കൊണ്ടുപോകണം. പക്ഷെ അത് അറിയാനുള്ള അറിവ് നമുക്കില്ല. എന്തുകൊണ്ടാ? നമ്മുടെ ഹീനത കൊണ്ടാണെന്ന് പറഞ്ഞു അല്ലേ? കാരണം നമ്മുടെ ഹീനത അത് മനസ്സിലാക്കി തരില്ല എന്നാണ് ഗുരു പറഞ്ഞു. അതാണ് ഗുരു പറഞ്ഞ് വലിയ തുറക്കി കല്യാണം കഴിച്ചു കൊടുത്ത പോലെ. കേട്ടിട്ടുണ്ടോ? ഈ കൊല്ലത്തേക്ക് ആരെങ്കിലും കാറിൽ പോയിട്ടുണ്ടോ? ട്രെയിനിൽ പോകുമ്പോൾ അത്ര അറിയില്ല. കൊല്ലത്തിലേക്ക് അടുക്കുമ്പോൾ അവിടെ വലിയൊരു പാലമുണ്ട്, വലിയ തുറ പാലം പറയും, 1 കിലോമീറ്റർ ഉണ്ട്. അതിലേക്ക് വണ്ടി ഒന്ന് കയറിയാൽ മതി, എത്ര ഉറക്കമുണ്ടെങ്കിൽ അവൻ എണീക്കും. എന്താ കാരണം? രാമകൃഷ്ണേട്ടൊക്കെ ചാടി എണീക്കും പണ്ട് ബസ്സിൽ വരും. എന്താ കാര്യം? ഒന്നുമില്ല, നല്ല സ്മെല്ല. എൻ്റെ ദൈവമേ, നമ്മളൊക്കെ ഛർദ്ദിക്കും ചിലപ്പോൾ. വലിയ തുറ പാലത്തിൽ കയറുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. അവിടെ മീൻ പിടിക്കുന്നവരുടെ ഇതാണ്. അവിടേക്ക് ഒരു ശാന്തിഗിരിക്കാരിയെ കല്യാണം കഴിച്ചു കൊടുക്കും. ഛർദി. പിന്നെ അതുകൂടായിട്ട് എഴുകി ഒരു ഛർദി കുറഞ്ഞ് ഛർദി ഇല്ലാതെ. കാരണം നമ്മൾ അതിലോട് ചേർന്ന് പോകും അല്ലേ? ഇപ്പോൾ നമ്മൾ ചെയ്യണ പോലെ. അങ്ങനെ ഒരു ദിവസം ഗുരുവിനോട് അനുവാദം വാങ്ങിയിട്ട് അവരുടെ അമ്മ അവിടെ പോയി അല്ലേ? അമ്മ ഛർദ്ദിക്കാന്ന് പറയും ഭയങ്കരമായിട്ട്. എന്നിട്ട് ചോദിച്ചു മകളോട്, നീ എങ്ങനെയാണ് ഇവിടെ ജീവിക്കണേ ചോദിച്ചു. അപ്പം ആ മകള് പറയണ്, 1 മാസം മുമ്പ് വരണം, അന്ന് എന്തായിരുന്നു സ്മെല്ല് അല്ലേ? എന്താ 1 മാസവും ഇപ്പോഴും എന്തേ ഉള്ളൂ? ഒരേ സ്മെല്ലേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ശീലി. അതുകൊണ്ടാണ് ഈ വിഷുവൊക്കെ നമ്മളെങ്ങനെ ശീലിച്ചു? ഇറച്ചി മീൻ കഴിച്ചിട്ടും ഇതുപോലെ ചെറിയൊരു പ്രകാശം കിട്ടുമ്പോൾ പോലും രാജീവിനെ പോലത്തെ ആൾക്കാരൊക്കെ അന്ന് ഭയങ്കര ആഘോഷമാണ്. നാളെ എന്താണ്? ഈ ഇറച്ചിയും മീനും കഴിക്കുകയും ചില മദ്യമൊക്കെ കഴിച്ച് നമ്മൾ സ്ട്രോങ് ആവുകയും ചെയ്യുകയാണ്. ഇതൊന്നുമല്ല നമ്മുടെ വഴി. നമ്മളന്നും എന്തു ചെയ്യാം? സൂര്യ മാറ്റുക നിൻ രശ്മിയെ, നിൻ കല്യാണ കളയപുരം ചൊല്ലിയ ആൾക്കാരാണ് ആര്? ഭാരതീയ ഋഷീശ്വരന്മാർ. ചൊല്ലാറുണ്ടോ രാവിലെ? എവിടെ ചൊല്ലാറ് നമ്മളത്? ഈശാവാസ്യപുഷ്യത്തിൻ്റെ അന്ത്യത്തിലാണ് അത് ചൊല്ലാറ്. അപ്പോൾ ഇത് സൂര്യനും ആ നക്ഷത്ര സമൂഹമായ മേടവും ഭൂമിയും കൂടി ചേർന്ന് നിൽക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിവസമാണ് എന്ത്? വിഷു. അത്രയേ ഉള്ളൂ. ഇതിൽ വേറെ ഒന്നുമില്ല. ഈ സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ സൂര്യൻ്റെ പ്രകാശവുമായി എല്ലാ ഊർജത്തിൻ്റെയും, ഭൂമിയിൽ ഉള്ള എല്ലാ ഊർജത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്ന സൂര്യൻ്റെ ആ ഊർജത്തിൻ്റെ ഗണം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം? വിഷു കൊണ്ടുവന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് കർക്കിടകത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്.
കടക്കടത്തിൽ പൗർണമിക്കും വളരെ പ്രാധാന്യമുണ്ട്. അന്നാണ് ബ്രാഹ്മണന്മാരെന്ത് ചെയ്യുക? പൂനൂല് മാറ്റും. തുലാത്തിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? അന്നാണ് ദീപാവലി. കേട്ടോ, തമിഴ്നാട്ടിലൊക്കെ ദീപാവലി ആഘോഷിക്കുന്നത് അന്നാണ്. അവിടുന്ന് വീണ്ടും എവിടെ വരും? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണ്? മകരത്തിൽ. എന്തായി കേരളക്കാർക്കൊക്കെ മകരത്തിൽ എന്താ? മകരവിളക്ക്, മകരസംക്രമം ഭയങ്കരമാണ് അല്ലേ? എല്ലാവിടെയും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അന്ന് ലൈറ്റ്. ഇതൊക്കെ ഈ 4 ഇതിനുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഇതൊക്കെ പഞ്ചായത്ത് റോഡിൽ പോകുന്ന ആൾക്കുള്ളതാണ്. ശാന്തിരിക്കാരേതിലാണ് പോണം? നമ്മൾ ഫ്ലൈറ്റിലാണ്, ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കണം. നമുക്കിതൊന്നും പ്രധാനമില്ല, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇരുന്നോട്ടെ, ആഘോഷങ്ങളും നമ്മൾ തെറ്റാണെന്ന് പറയില്ല, അങ്ങനെ ഒന്നിനെയും തള്ളിപ്പറയുന്ന നമ്മുടെ രീതിയല്ല. പക്ഷെ ഗുരു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഈ ധർമ്മത്തിൽ ഇതിനെ ഈ ഊർജം ഒട്ടുമില്ലാത്ത ആൾക്കാർക്ക്, ഇപ്പോൾ ഈ യോഗയൊക്കെ ചെയ്യുന്നവർ, ഇപ്പോൾ പറഞ്ഞില്ലേ, മാഷ് പറഞ്ഞില്ലേ, ഈ യോഗയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ചക്രങ്ങളൊക്കെ ഉണർത്താൻ വേണ്ടി പറ്റുന്ന ദിവസമാണേത്? ഈ വിഷു. അത്രയേ ഉള്ളൂ വിഷു കേട്ടോ. അല്ല, വിഷുവിൽ വെറുതെ നിങ്ങൾ ഈ പറയണ പോലത്തെ ശ്രീകൃഷ്ണൻ മറ്റയാളെ കൊന്നു, എന്നിട്ട് അദ്ദേഹം തേരിൽ വന്നു എന്നൊക്കെ പൊട്ടത്തരം പറയണം. ഇത്ര കാലം ശ്രീകൃഷ്ണനൊന്നും പറഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണൻ ഇപ്പോഴേ എടുത്തിട്ടുള്ളൂ. ഇവരൊക്കെ ഇതുവരെ അയാളെ വേണ്ടാത്തരം പറഞ്ഞ് നടന്ന ആൾക്കാരാണ്. അതിനുമുമ്പ് വിഷ്ണു എന്നായിരുന്നു, അതിനുമ്പ് ശിവനായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പല രീതിയിൽ പല കഥകൾ പല സ്ഥലത്ത് വെച്ചു കഥ പറയേണ്ടത്. വളരെ വളരെ വ്യക്തമായി ഗുരു അത് പാലക്കാടിൻ്റെ പർണശാലയുടെ ഉദ്ഘാടന സമയത്ത് അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ഉണ്ട്. ആ വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അത് അന്നാണ് പാലക്കാടിൻ്റെ ആശ്രമത്തിൻ്റെ വാർഷികം, 26ാമത്തെയോ 27ാമത്തെ വാർഷികമാണത്. അപ്പം അത് ഗുരു തന്നെ കെട്ടിയിട്ടുള്ള ഒരു പർണശാലയാണ്. പാലക്കാടുകാരും 5 പൈസ ചിലവാക്കിയിട്ടില്ല, ഞാൻ ഉൾപ്പെടെ. എനിക്കന്ന് പൊട്ടറായതുകൊണ്ട് ഞാൻ 5000 രൂപ ചിലവാക്കിയിട്ടില്ല. അറിയില്ല, സത്യം നമുക്ക് അറിയില്ലല്ലോ ഇതെന്താണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മളെ കുറച്ച് പൈസ കൊടുത്തിട്ട് ബാക്കിയൊക്കെ നമ്മുടെ വിചാരം ആശ്രമത്തിൽ ഇങ്ങനെ നോട്ട് ഇങ്ങനെ അടിച്ച് വയ്ക്കിച്ചിട്ടുണ്ട്, കണ്ടപ്പോൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പണിയാമെന്നാണ് വിചാരിച്ച്. അത്ര അറിവുണ്ടായിരുന്നു. അപ്പോൾ അതാണ് വിഷുവിനെ കൊണ്ടുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് വല്ലതും സംശയമുണ്ട് ഇങ്ങോട്ട് ചോദിക്കാം കേട്ടോ. ഈ സൂര്യനും മേടരാശിയും നമ്മളും കേട്ടോ. എന്താണ്? അല്ല, ആ ദിവസങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമുക്ക് മനസ്സ് ആനന്ദത്തിലേക്ക് എത്താൻ അല്ലേ, നല്ലൊരു പ്രകാശം നമുക്ക് കിട്ടുകയല്ലേ. അതിനാണ് നമ്മൾ അന്ന് ഈ പ്രകൃതിയിലുള്ള ചക്ക, മാങ്ങ, വെള്ളരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെക്കും. അതിനേക്കാട്ട് സന്തോഷമാണ് ആരെ കാണുമ്പോൾ? ഗുരുവിനെ കാണുമ്പോൾ. വിഷുക്കടിയേക്കാളിൽ എത്രയോ സന്തോഷമാണ് നമുക്ക് ആരെ കാണുമ്പോൾ? ഗുരുവിനെ കാണുമ്പോൾ അല്ലേ. നമ്മളൊന്ന് ഗുരുവിനെ കണ്ടു നോക്കും. ഗുരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ പല്ലൊക്കെ ഇങ്ങനെയുള്ള ചിരിയും കണ്ടിട്ടാ എന്നൊക്കെ വിളിച്ചിങ്ങനെ തട്ടിയിട്ട് ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. നല്ല രസമാണ് അല്ലേ. അതാണ് നമ്മൾ കാണേണ്ടത്. അല്ലെങ്കിൽ ഓങ്കാരം സ്വരൂപനായ ഗുരു. മറ്റേതൊക്കെ എന്താ? കുറേ മാങ്ങ, വെള്ളരി, അത് പൈസ അല്ലേ, പച്ചരി, അതിന് മുകളിൽ ഇവിടെ ഒരു മഞ്ഞപ്പൂവില്ലേ അല്ലേ, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ വെക്കും. അതിലൊക്കെ എന്തോ ഭയങ്കരമാണ്, ഇതില്ലെങ്കിൽ ശ്രീകൃഷ്ണൻ തിരിച്ചു പോകുന്ന പറഞ്ഞു ഒരാൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞ് പറ്റിക്കുക. ഇതൊന്നും അല്ല നമ്മുടെ വഴി, ഇത് ഇത്രയേ ഉള്ളൂ. അന്ന് ഈ പറയുന്ന പോലെ രാവിലെ 9 മണിയാകുമ്പോൾ ആ സൂര്യൻ്റെ പ്രകാശം 90 ഡിഗ്രി വരുന്നതുകൊണ്ട് വിത്തിട്ട നല്ലതാണ്. ഇന്ന് മുതൽ മഴ തുടങ്ങാൻ പോവുകയാണ്. ഉത്തരായനത്തിലേക്ക് പോകുമ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്യും. കാരണം കാറ്റൊക്കെ മാറാൻ തുടങ്ങും. ഇനി കൂടുതൽ കാറ്റ് എവിടെ നിന്നായിരിക്കും? പടിഞ്ഞാറുന്ന് വരാൻ തുടങ്ങും. ഇതൊക്കെ ഇതിൻ്റെ പ്രകൃതിയുടെ രഹസ്യങ്ങളാണ്. ഇത് വളരെ കാലത്തെ പഠനത്തിന് ശേഷം അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ധർമ്മമാണ്. ഇതിനെ നമ്മളെന്താക്കി വെച്ചിട്ടുണ്ട്? അപ്പോൾ പലവരും എന്നോട് രാവിലെ തൊട്ട് ഇവിടെ ക്ലീൻ ചെയ്യാമെന്ന ആൾ പറഞ്ഞു കഴിഞ്ഞു, അയ്യോ സ്വാമി നാളെ വിഷയമാണ്, കുറേ സാധനങ്ങൾ വാങ്ങാണ്ട അല്ലേ. ഒന്നുമല്ല, ഇത് ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയാണ് കേട്ടോ. വേറെ വല്ലതും ഉണ്ടോ ഇതിനെക്കുറിച്ച് ഒന്നും പറയാണ്ടോ? എന്താണ്? അല്ല, ഈ കൈനീട്ടം എന്ന് പറയുന്നത് എന്തിനാണ് കൊടുക്കുന്നത്? വിവരമുള്ളവർ കൊടുക്കാറില്ല, കയ്യിൽ നിന്ന് പോവുകയാണ് കേട്ടോ. പക്ഷെ വാങ്ങുന്നവൻ ഭാഗ്യവാനാണ്, മനസ്സിലായോ? ബ്രാഹ്മണം കൊടുക്കുമോ? അന്ന് പൂട്ടിയിടുവാൻ നമ്മളുടെ അടുത്ത് കൊടുക്കാൻ പറയും. ഗുരു കൊടുത്തിരുന്നു, സത്യമാണ്. ചിലവരെടുത്ത് വെച്ചിട്ടുണ്ട് ആ പൈസയൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തി. ഇത് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. കിട്ടിയിട്ടുണ്ടോ? രാമകൃഷ്ണേട്ടൻ കിട്ടിയിട്ടുണ്ടോ?
ആ അങ്ങനെ വാരിയിട്ടൊക്കെ തരും. ആ അതൊരു ഭാഗ്യം. അത് ഗുരുവിൻ്റെ അടുത്ത്, അത് വിഷുവിനേറ്റല്ല, അത് ഗുരുവിൻ്റെ അടുത്ത് കിട്ടിയ ഏത് സാധനങ്ങളും അതിനൊരു കാരണമുണ്ട്. അതാണ് കേട്ടോ. അല്ലാതെ വിഷു കൈനീട്ടം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അതേസമയം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പൈസ വാങ്ങി സന്തോഷം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം ഈ ആനന്ദം മനസ്സിന് കിട്ടാൻ വേണ്ടിയാണ് വിഷു കൈനീട്ടം കൊടുക്കുന്നത്. വിവരമുള്ളവരെന്ത് ചെയ്യും കേട്ടോ. അല്ല, എല്ലാം ഈ പറയുന്ന സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിനെ പെർഫെക്റ്റായിട്ട് ഉണർത്താൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യും. ഇതൊന്നും റോട്ടിൽ കൂടെ പോകുന്നവനാണ്. ടോളൊക്കെ കൊടുത്ത്, ടോൾ ആദ്യം കൊടുത്ത് എല്ലാം ശരിയാക്കി അല്ലേ, വണ്ടി എളുപ്പത്തിൽ പോകാനാക്കുമ്പോൾ ഫ്ലൈറ്റിൽ പോകണവനോ ഒന്നും വേണ്ട, അവൻ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ആ മോളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ പോകണം, അവിടെ പടക്കം പൊട്ടിക്കണ്ട, എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. അച്ഛൻ്റെ വീട്ടിൽ എവിടെ ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് ഏറ്റവും കൂടുതൽ വന്ന് ഗുരുവിനെ കാണും. പണ്ടൊക്കെ എന്താ ചെയ്യുക, വിഷു ദിവസം അന്ന് ഗുരുവിനെ ഒന്ന് നമസ്കരിക്കും. ഗുരുവിനെ കാണാൻ ഏറ്റവും സന്തോഷം, ഏറ്റവും സന്തോഷമുള്ള ഏത് കാര്യമായാലും അത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പോരെ, ഇനി വല്ലതും ഉണ്ടോ? എന്താ രാമകൃഷ്ണൻ എന്താ സംശയമുണ്ട്? നാളെ വേണമെങ്കിൽ വിത്തൊക്കെ ഇറക്കാം കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, മഴ പെയ്യും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മഴയുടെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ കിഴക്കൻ മഴ കൂടുതൽ വരും, അതിൻ്റേതായത് വരും. കിഴക്കൻ കൊണ്ട് ഇടിമിന്നലൊക്കെ കൂടുതലുണ്ടാവും. അത് ഈ മേടമാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ? മേടം 10-നുള്ളിൽ ജനിക്കുന്നവൻ എല്ലാവരും നല്ലവരാണ്, നല്ല ശേഷിയുള്ളവരായിരിക്കുന്നതാണ് പറയുക. മേടം 10-നാണ് ഏറ്റവും അതിൻ്റെ ഊർജം ഏറ്റവും കിട്ടുക. അത് കഴിഞ്ഞാൽ സൂര്യൻ വീണ്ടും അതിൻ്റെ വഴിക്ക് പോയി കഴിയും. ഇതാണ് ഇതിൻ്റെ രഹസ്യം. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ വിഷു ഇത്രയേ ഉള്ളൂ. അത് കാറിൽ പോകുന്നവരും കാളവണ്ടിയിൽ പോകുന്നവർക്കൊക്കെ വിഷുവുണ്ട്. 747 ഫ്ലൈറ്റിൽ പോകുന്നവൻ എന്തില്ല? ഗുരു എന്ന ഫ്ലൈറ്റിൽ പോകുന്നവൻ എന്തില്ല? വിഷു. പക്ഷെ എന്നാലും ഈ നമ്മളെ ലോകം മുഴുവൻ അതിൽ നിൽക്കുമ്പോൾ നമ്മൾ മാത്രം നമ്മുടെ കുട്ടികൾക്കൊന്നും കമ്പിത്തിരിയില്ല എന്ന് പറയുമ്പോൾ മാഷേ അത് വിഷമമാണ് അല്ലേ? അതുകൊണ്ട് കമ്പിത്തിരിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ. നമ്മുടെ മനുവിൻ്റെ അവളുടെ മനുശ്രീയുടെ കുറേ മുട്ട ഇതൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. കുട്ടികളൊന്ന് രാത്രി പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞില്ലേ, അവന് പൊട്ടിച്ചോളാൻ പറഞ്ഞു. അവരുടെ ആനന്ദം കേട്ടോ. ശരി, ഇനി വേറെ വല്ലതും ഉണ്ട്? ചോദ്യം ഉണ്ടോ? സമയമായില്ലേ? നിർത്തിക്കൂടെ? ഇനി വല്ലതും ഉണ്ടോ? വേറെ ഒരു ചോദ്യം. മരിച്ച അവിടെ പോയിട്ട് നമ്മൾ നമസ്കരിക്കുക അല്ലേ? മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്തായി കഴിയും? ശവം ആയി അല്ലേ? ഒരു മിനിറ്റ് സുബ്രേഷണം. അവരാണ് ഈ ഓഫീസിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഓഫീസ് സ്റ്റാഫ്. ശരി, ഒഴിവാ. അവനാണ് അതിൻ്റെ ഇപ്പോൾ സൂപ്പർവൈസറായി നോക്കുന്നത്, സൈറ്റ് സൂപ്പർവൈസറായി. ശരി, ശരി. പ്രതീക്ഷ അവിടെ ഉണ്ടോ? ഒന്നും പറഞ്ഞില്ല. അവിടെ തിരുവനന്തപുരത്തുണ്ട്. ശരി ശരി, പറയാം. ശരി. ശരി ശരി, ഒഴിവാക്കാം. അതുകൊണ്ട് ശാന്തിഗിരിയിലൊക്കെ ഗുരു പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് ഗുരുവിൻ്റെ അമ്മയുടെ വരെ ബോഡി മറവ് ചെയ്ത സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു ഊശാൻ ശാന്തി പോലും ചെടി പോലും നമ്മുടെ വെക്കാറില്ല. അത് ഏത് സന്യാസി മരിച്ചാണ്. അത് എവിടേക്ക് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഭൂമിയിലേക്ക് ലയിച്ചു പോകും. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ ജീവൻ എവിടെ നിൽക്കുന്നുണ്ടാവുക? ഇവിടെ പ്രാർത്ഥനത്തിൽ കൊണ്ട് നിർത്തി. കാരണം എന്താ? സുധീന്ദ്രൻ മാഷ് പുത്രനാണ്. എന്താ പുത്രൻ്റെ അർത്ഥം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പുത്രൻ? വേഗം പറയണം, പിന്നാലിരിക്കുന്നവരാ പറയണം. പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്താ അർത്ഥം?
ഋതുക്കളെ നരകത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ ആരോ, അല്ലെങ്കിൽ അവനെ അല്ലേ. ഇപ്പോൾ സുചീന്ദ്ര മാഷ് എന്ത് ചെയ്തു? അച്ഛനെ അല്ലെങ്കിൽ സഹോദരി എന്ത് ചെയ്തു? ഉയർത്തി ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് നിങ്ങൾ അവിടെ കൊണ്ട് പോയിട്ടൊരു വല്ല കാര്യമുണ്ടോ? ചിലപ്പോൾ അവിടെ വേറെ ആരെയും കുഴിച്ചിട്ടുണ്ടോ? നമ്മളറിയാം അല്ലേ. അപ്പോൾ അത് വേണ്ടെന്നാണ് ഗുരു പറഞ്ഞത്. ഇത് കാരണം നിങ്ങൾ ആ ജീവനെ നോക്കും. മരണപ്പെട്ട് കഴിഞ്ഞാൽ ശരീരം എവിടേക്കുള്ളതാ? ഭൂമിയിലേക്ക് പോകും അല്ലേ. മനുഷ്യ, നീ മണ്ണിൽ നിന്നുണ്ടായി, നീ മണ്ണിലേക്ക് തിരിച്ചു പോകും. അത് ശരീരത്തിനുമാകും. ജീവൻ എവിടെ നിന്ന് വന്നോ അതിൻ്റെ തലത്തേക്ക് പോകും. മനസ്സിലായോ? പിന്നെ എന്ത് മതി? ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കണ്ണൂരുകാരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അപേക്ഷയായിട്ട് എടുക്കുക. പിറന്ന നാളാണ് എടുക്കേണ്ടത്. ദിവസം എടുക്കരുത്. മരിച്ച ദിവസം എടുക്കണം. എങ്ങനെയാണ്? ഇപ്പോൾ മകരമാസത്തിൽ തിരുവാതിരയ്ക്കാണ് ഞാൻ ജനിച്ചെങ്കിൽ എല്ലാ കൊല്ലവും മകരമാസ തിരുവാതിര എൻ്റെ പിറന്നാളാണ്. അതല്ലാതെ സെപ്റ്റംബർ മാസം 28 എന്നാണ് നമ്മൾ എടുക്കരുത്. അതേസമയം മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏത് ദിവസമാണോ ഞാൻ മരണപ്പെട്ടത് അല്ലേ, ആ ദിവസമാണ് എൻ്റെ വാർഷികം. അതിന് മെയ് 6 എപ്പോഴെങ്കിലും മാറാറുണ്ടോ? ഇല്ല. ഗുരുജയന്തിയോ? അത് മാറും. ഇവിടെ മിക്ക ആൾക്കാരും എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ എന്നുകൊണ്ട് വരും. അത് ജനുവരി മാസമെന്നോ ഇതൊക്കെ പറഞ്ഞിട്ട് വരും അല്ലേ. വരാറുണ്ടോ? ഇല്ലേ? ഞാൻ സത്യമാണോ ഞാൻ പറയണം ഇല്ലേ? വരും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അവർ മരണപ്പെട്ടതിന് തുല്യമാണ്. ജനിച്ച ആൾ മരണപ്പെട്ടു. അപ്പോൾ നമ്മൾ പിറന്നാൾ ആഘോഷിക്കേണ്ടത് ഞാൻ ജനിച്ച വൃശ്ചികത്തിലോ ധനുവിലോ മകരത്തിലോ കുംഭത്തിലോ മീനത്തിലോ ആ നാളിലാണ് എൻ്റെ ലിങ്ക് കിടക്കുന്നത്. അല്ലാതെ ഇംഗ്ലീഷ് മാസത്തെ ഡേറ്റുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. അസം മരണപ്പെട്ടാലും അതേപോലെയാണ്. മേടത്തിൽ 8-ാം തീയതി ഞാൻ മരിച്ചു. ആ 8-ാം തീയതിയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? എനിക്കിവിടെ വാർഷികമുണ്ട് കേട്ടോ സുചീന്ദ്ര മാഷ്. അങ്ങനെ ചെയ്യുന്നു. കഴിയണതും ഇംഗ്ലീഷ് എടുക്കാം, മലയാളം രണ്ടും ഏകദേശമൊക്കെ ഒന്നേ വരുള്ളൂ. ചില കൊല്ലം മാത്രം ഒന്ന് ഇളകും. അപ്പോൾ അതിന് 365 ദിവസം വരുന്നത് നോക്കാനാണ് പറഞ്ഞത്. നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അവരെ 365 കാലമാണ്. ആരുടെ? പൃഥുമണ്ഡലം. നമ്മളെക്കാളും അപ്പുറത്താണുള്ള പൃഥുമണ്ഡലം. അതിന് 365 കാലം ഒരു ദിവസമാണ്. അപ്പോൾ ഒരു കൊല്ലത്തിൽ അവർക്കൊരു ദിവസം നമ്മൾ ആഹാരം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അവരെ ഗുരുവിൻ്റെ പ്രകാശം അവർക്ക് കിട്ടത്തക്ക വിധത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? രണ്ടും ഏകദേശം അടുത്തേ വരുള്ളൂ. ചില ഫെബ്രുവരി 28, 29 വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വിറ്റത് അടുത്ത് കൊല്ലുമ്പോൾ ശരിയാവുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഈ മരണവും ജനനവുമായ ദിവസങ്ങൾ ചിലത്. എന്താണ് മരണം എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് അടുത്ത ഞായറാഴ്ച അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി. ഇന്നിപ്പോൾ വിഷുവിനെക്കുറിച്ച് ആൾക്കാർ കൂടുതൽ ചോദിച്ചുകൊണ്ടും ഈ വിഷുവിൻ്റെ ഒരു എനർജി ഭയങ്കര ഏതുണ്ട്. അത് ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം. നമുക്കതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നുമില്ല. നമ്മളതിനേക്കാളും കൂടുതൽ എനർജി ഉള്ളവരാണ്. ആ എനർജി ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ എനർജി കളയുന്ന ഒരു കർമ്മത്തിലൊന്നും പോയി ചാടരുത് കേട്ടോ. എനർജി കൂടിയുള്ളവരെ എപ്പോഴും പിടിക്കാൻ നോക്കും. ആര്? എനർജിക്ക് ആവശ്യമുള്ളവർ അല്ലേ. അങ്ങനെ സംഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗുരു അവരെ ഉപദേശിച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ഒരു അവസരത്തിൽ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയാൽ എന്താണ് നമ്മൾ കാരണം അവർക്കുണ്ടാകുന്ന ഉപദ്രവമെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക. വീടും പരിസരമൊക്കെ നല്ല ശുദ്ധിയായിട്ട് സൂക്ഷിക്കുക. അത് നമുക്കില്ലാത്തൊരു സ്വഭാവമാണ്. കാരണം നമ്മൾ പാരമ്പര്യമായിട്ട് ഗുരു മുട്ടായി തന്നെ നമ്മളെന്താ ചെയ്യുക? കഴിച്ചിട്ട് അതിന് അവിടെ ഒരു ചെടിറടയിൽ തിരികെ വയ്ക്കും. ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്താ പണി? ഇതൊക്കെ പെറുക്കി കാരണം നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. അത് നമ്മൾ കാറിൽ പോകുമ്പോൾ രാമകൃഷ്ണേട്ടാ നമ്മൾ പഴം കഴിച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ സ്വഭാവമാണ്, തെറ്റല്ല. പക്ഷെ നമ്മുടെ വീട്ടിലും അങ്ങനെയാണ് അല്ലേ. വേസ്റ്റ് ബോക്സ് ഒന്നും ഇപ്പം നമ്മുടെ ഈ ആശ്രമത്തിൽ തന്നെ വേസ്റ്റ് ബോക്സ് നോക്കിയാൽ എവിടെ വെച്ചിരിക്കുന്നത്? എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങളെവിടെയൊക്കെ തപ്പി നോക്കി എവിടെയും വേസ്റ്റ് ബോക്സ് കാണും. ഇത് നമ്മുടെ സംസ്കാരമാണ്. ഇല്ല. എന്താ കാരണം?
നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ നേരെ ഒരേറാണ് അങ്ങോട്ട്. അത് വൃത്തിയില്ലായ്മയുടെ സംസ്കാരമാണ്. ഇതാണ് നമ്മുടെ സത്യവ്രത സ്വാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത്. ജർമ്മനിയിൽ വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അവരെ ടീച്ചർമാർ പറയും വേസ്റ്റുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ മുട്ടായി കിട്ടും. നമ്മുടെ സ്കൂളിലേക്ക് എന്ത് കൊണ്ടുപോവുക? വേസ്റ്റ് സാധനം. അപ്പോൾ ബൾബ്, അതേപോലത്തെ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഇത് കൊണ്ടുപോയാൽ അവിടെ 5 സ്റ്റാർ പോലത്തെ വലിയ ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ടീച്ചർ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വേസ്റ്റായ അച്ഛനമ്മയല്ലേ പറയണത്, വേസ്റ്റ് ഞാൻ പറയണത് വേസ്റ്റായ സാധനങ്ങളൊക്കെ എടുത്ത് അവരെന്ത് ചെയ്യും, ദിവസവും സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർ അത് കണക്കൊക്കെ എഴുതി തൂക്കി നോക്കിയിട്ട് മുട്ടായി കൊടുക്കും. അപ്പോൾ വലിയ മുട്ടായി കിട്ടുന്ന ആളത് വലിയ ആളാണ്. അത് ഈ നമ്മുടെ ഇടയിൽ ഈ സംസ്കാരം വന്നാലോ അത് ഗംഭീരമാണ്. അതുപോലെ ഒരു സംസ്കാരം ശാന്തിമയമായി കൊണ്ടുവരാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് അവാർഡൊക്കെ തന്ന് എല്ലാ മാസവും പൗർണമിക്ക് ഓരോ വീടുകളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആരാണ് വൃത്തിയായി സൂക്ഷിക്കണം നോക്കിയിട്ട് അവർക്ക് എന്ത് തരും? ഒരു മുട്ടായി തരാനെങ്കിലും പറയാം, നല്ല കടല മുട്ടായിയോ അല്ലേ തരാൻ നമ്മൾ ശ്രമിക്കാം കേട്ടോ. അതാണ് നമ്മൾ മെയിനായിട്ട് പറയാനുള്ളത്. എന്തായാലും പൗർണമി നല്ല രീതിയിൽ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ലോണം പ്രാർത്ഥിക്കണം. നമുക്ക് ഈ പ്രാർത്ഥനാലയം തീർക്കാനുണ്ട്. അത് വലിയൊരു പ്രാർത്ഥനാലയമാണ്, വിചാരിച്ച അത്രയേക്കാളും വലിയ വലുതാണ്. എന്നാലും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് അത് ചെയ്തെടുക്കാൻ സാധിക്കും. പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇത് പൂർത്തിയാക്കാൻ വേണ്ട ഒരു കർമ്മം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യാം? വേറെ വല്ലതും ഉണ്ടോ പറയാൻ? ഇനി എന്തോ ഒരു ചോദ്യം കൂടി ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരോ ചോദിച്ചു ഇവിടെ അല്ലേ? ഫസ്റ്റ് എന്തോ ആരോ ചോദിച്ചു, മോളാണ് വിഷുവിൻ്റെ കാര്യം മോളാണ് പറഞ്ഞത്. പിന്നെ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ഫ്ലൈറ്റ് പോകുന്നവരാണ്. ഈ റോട്ടിലും ട്രെയിനിൻ്റെ ഒന്നും ടൈം നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ അതിവേഗതയിൽ പോവുക. ഗുരു നമ്മളെ എവിടെ വേണമെങ്കിലും എത്തിച്ചു തരും. പക്ഷെ എന്ത് ചെയ്യണം? ഗുരുവിനെ മുറുക്ക പിടിക്കാനുള്ളൊരു അറിവുണ്ടാവണം. അങ്ങനെ പിടിക്കുമ്പോൾ ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ വരും. ഇന്നലെ ആരും എന്നോട് ചോദിച്ചു, ഇത്ര വലിയ ഗുരുവായിട്ട് എന്തുകൊണ്ടാണ് ദുഃഖങ്ങളൊന്നും മാറാത്തതെന്നൊക്കെ ചോദിച്ചു. ആരാ ചോദിച്ചു? എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. ഇന്നലെ അവിടെ വന്നിട്ട് ഭയങ്കര വൈകുന്നേരത്തെ എൻ്റെ ദീപം നിറയ്ക്കണം നമ്മളൊരു 10 മിനിറ്റ് ലേറ്റ് ആവാൻ കാരണം ഇങ്ങനെ ഒരു ചോദ്യം ആ കുട്ടി ചോദിച്ചുകൊണ്ടാണ്. ഞാൻ അതിൻ്റെ ഒരു ഗുരുവാണി നിങ്ങൾക്കിപ്പോൾ കേൾപ്പിച്ചു തരാം. കറക്റ്റായിട്ട് ഗുരു പറയുന്ന ഒരു ഗുരുവാണി ഉണ്ട് അതിനെക്കുറിച്ച്. അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. ഇതിൻ്റെ ദുഃഖം പറഞ്ഞു കേൾപ്പിക്കുക. അപ്പം നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ദുഃഖം വരില്ല എന്ന് കരുതി നിങ്ങൾ, പക്ഷെ ദുഃഖം നിങ്ങൾക്ക് എന്നോളം അനുഭവിക്കേണ്ടി വരില്ല. കാരണം അവിടെ ഒരു താങ്കളിട്ട് നിങ്ങൾ വെല്ല് പോകേണ്ട സ്ഥാനത്തൊന്ന് പോറിയെന്ന് വരും, കാല് പോകേണ്ട സ്ഥാനത്തൊരു വെല്ല് തട്ടി അടങ്ങുന്നു വരും. അങ്ങനെ പകലതും ചെറുതായിട്ട് വരും. അതിൽ നിങ്ങൾ ഭയപ്പെടണ്ട. വന്നങ്ങ് പൊയ്ക്കോട്ടെ. അല്ലെങ്കിൽ അത് കെട്ടി നിന്ന് നമ്മുടെ ജീവനെ കുഴിച്ചു പോകും. അങ്ങനെ ഒരു ദോഷം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾക്ക് തികച്ചും നല്ലത് ചെയ്തെടുക്കാൻ കഴിയുമെന്ന് എനിക്കൊരു സംശയം ഇല്ലാതെ നിങ്ങളുടെ മുമ്പിൽ പറയുക. സത്യമാണ് കേട്ടോ. അത് മനസ്സിലാക്കാം. വരും, എല്ലാത്തും ഗുരു പറഞ്ഞില്ല, പക്ഷെ അത് ചെറുതായിട്ടായിരുന്നു കേട്ടോ. എല്ലാവരോടും സദ്ഗുരുവേ ശരണം. എൻ്റെ വാക്കുകൾ ഗുരുവാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. അടുത്ത